ഒരിടത്ത് വന്യപുരം എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെയാണ് രാമയ്യയും അയൽക്കാരനായ ബാലയ്യയും താമസിച്ചിരുന്നത്. രാമയ്യ പാവപ്പെട്ട കഠിനാധ്വാനിയായ കർഷകനായിരുന്നു. എന്നാൽ ബാലയ്യയാവട്ടെ ഒരു ധനികനും മടിയനുമായിരുന്നു. അങ്ങനെയിരിക്കെ പതിവ് പോലെ രാമയ്യ തന്റെ ജോലിയും കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് മടങ്ങുകയായിരുന്നു. ഒരു കാട് കടന്നു വേണമായിരുന്നു രാമയ്യയ്ക്ക് തന്റെ വീട്ടിലെത്തുവാൻ. തന്റെ വീട്ടിലേക്ക് ധൃതിയിൽ നടന്നു പോകുന്നതിനിടെയാണ് ഒരു വൃദ്ധയായ സ്ത്രീ മരത്തിന്റെ ചുവട്ടിൽ അവശയായി കിടക്കുന്നത് രാമയ്യയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. രാമയ്യ ആ വൃദ്ധയോട് ചോദിച്ചു, അമ്മേ, അമ്മ എന്താണ് ഈ കാട്ടിൽ തനിച്ച്? കൂട്ടിനായി ആരും തന്നെ ഇല്ലേ? അത് കേട്ട വൃദ്ധ രാമയ്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എല്ലാം ഞാൻ പറയാം മോനെ. എനിക്ക് കഴിക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? വിശക്കുന്നു. അത് കേൾക്കേണ്ട താമസം രാമയ്യ താൻ അന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തന്റെ കുഞ്ഞിന് വേണ്ടി വാങ്ങിയ റൊട്ടി ആ വൃദ്ധയ്ക്ക് നേരെ നീട്ടി. അത് വാങ്ങിയതും വൃദ്ധ പെട്ടെന്ന് തന്നെ രൂപം മാറി. അത് വേഷം മാറി വന്ന വനദേവതയായിരുന്നു. വനദേവത രാമയ്യയോടായി പറഞ്ഞു, ഞാൻ വനദേവത. നിന്നെയൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷത്തിൽ തന്നെ വന്നത്. നിന്റെ നല്ല മനസ്സിന് ഞാൻ നിനക്കൊരു സമ്മാനം നൽകാം എന്നും പറഞ്ഞ് ഒരു തിളങ്ങുന്ന കുപ്പി രാമയ്യയ്ക്ക് നേരെ നീട്ടി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതൊരു നല്ലവനായ കുട്ടിഭൂതമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ഇവൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്നാൽ ഒരിക്കലും ഇവനെ വെച്ച് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്നും പറഞ്ഞ് വനദേവത അപ്രത്യക്ഷമായി. രാമയ്യ സന്തോഷത്തോടെ ആ ഭൂതത്തെയും കൊണ്ട് തന്റെ വീട്ടിലെത്തി. വീട്ടിലെത്തിയ രാമയ്യയോട് ഭാര്യ പറഞ്ഞു, എന്താ ഇത്ര വൈകിയത്? നമ്മുടെ കുഞ്ഞാണെങ്കിൽ വിശന്ന് തളർന്ന് ഉറങ്ങിപ്പോയി. കഴിക്കാനാണെങ്കിൽ ഒന്നും തന്നെ ഇരിപ്പില്ല. ഇനി നമ്മൾ എന്തു ചെയ്യും? ഇത് കേട്ടതും രാമയ്യ ഭൂതത്താനെ കുപ്പിക്കുള്ളിൽ നിന്നും തുറന്നുവിട്ടു. പുറത്തു വന്നയുടനെ ഭൂതത്താൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഞാൻ ഭൂതം. അല്ലയോ യജമാനനെ, എന്താണ് അങ്ങയുടെ ആവശ്യം? ഞാൻ അത് ഉടനെ തന്നെ നിറവേറ്റുന്നതാണ്. ഇത് കേട്ട രാമയ്യ ഒട്ടും വൈകാതെ തന്നെ തന്റെ ആവശ്യം ഭൂതത്തിനോടായി അറിയിച്ചു. ഞങ്ങൾക്ക് വിശക്കുന്നു ഡുങ്കിരിഭൂതമേ. കഴിക്കാൻ വല്ല ഭക്ഷണവും? തന്റെ ആവശ്യം പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ കുട്ടിഭൂതം തന്റെ മന്ത്രം ഉരുവിട്ട് തുടങ്ങിയിരുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. രാമയ്യയുടെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ മാറി. പുതിയ വീടും നല്ലതരം വസ്ത്രങ്ങളും അങ്ങനെ. എങ്കിലും രാമയ്യ താൻ വന്ന വഴി മറന്നില്ല. അയാൾ തന്റെ തൊഴിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെ അകമഴിഞ്ഞ് സഹായിക്കാനും രാമയ്യ മറന്നില്ല. എന്നാൽ പെട്ടെന്നുള്ള രാമയ്യയുടെ വളർച്ചയിൽ അസൂയ തോന്നിയ ഒരാളുണ്ടായിരുന്നു. ആരാണെന്നല്ലേ? ബാലയ്യ. ബാലയ്യയുടെ മനസ്സിൽ വല്ലാത്ത സംശയം ഉദിച്ചു. എന്നാലും ഇതെങ്ങനെ വെറുമൊരു കർഷകനായ രാമയ്യ ഇത്ര പെട്ടെന്ന് പണക്കാരനായത്? രാമയ്യയുടെ പെട്ടെന്നുള്ള ഈ വളർച്ചയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരുന്ന ബാലയ്യയോടായി ഭാര്യ പറഞ്ഞു, മനുഷ്യ, ആ വീരയ്യയുടെ വീട് കണ്ടോ? കണ്ടവർ ആ വീടിനെ കുറിച്ച് വാഴ്ത്തി പാടുകയാണ്. നിങ്ങൾ ഇവിടെ ചിന്തിച്ചിരുന്നു? ഒന്ന് പോയി അന്വേഷിച്ചു വരൂനേ, അയാൾ എങ്ങനെ ഇത്ര വേഗം പണക്കാരനായെന്ന്. അങ്ങനെ ഇരിക്കെ അന്ന് രാത്രി തന്നെ ബാലയ്യ രാമയ്യയുടെ വീടിന്റെ പുറകുവശത്ത് പോയി ഒളിച്ചിരുന്നു. അപ്പോഴാണ് അകത്തു നിന്നും രാമയ്യയുടെയും ഭാര്യയുടെയും സംസാരം കേട്ടത്. വനദേവത തന്ന ഈ ഡുങ്കിരിഭൂതമാണ് നമ്മുടെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം. ഇനി നമുക്ക് അമിതമായി ഒന്നും തന്നെ ആഗ്രഹിക്കേണ്ട. ഇവനെ നമുക്കിനി പൊന്നു പോലെ പരിപാലിക്കാം. ഇത് കേട്ട ബാലയ്യ രാമയ്യയും ഭാര്യയും ഉറങ്ങിയ തക്കം നോക്കി വീടിനുള്ളിൽ കയറി ഡുങ്കിരിഭൂതത്തെ മോഷ്ടിച്ചു. ഡുങ്കിരിഭൂതത്തെയും കൊണ്ട് ബാലയ്യ തന്റെ വീട്ടിലെത്തി. എന്നിട്ട് തന്റെ ഭാര്യയോടായി പറഞ്ഞു, ഇനി ഇവനെ വെച്ച് ഞാനൊരു കൊട്ടാരം തന്നെ ഉണ്ടാക്കും. പാവം ഉറക്കത്തിലായിരുന്നു ഡുങ്കിരി. ഇതൊന്നും അറിഞ്ഞതേയില്ല. ഡുങ്കിരിയെ പുറത്തെടുത്ത ബാലയ്യ അവനോടായി തന്റെ ആവശ്യം അറിയിച്ചു. ഹേ ഭൂതമേ, എനിക്ക് ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ നൽകൂ. എന്നാൽ ഉറക്കത്തിലാണ്ടുപോയ ഡുങ്കിരി ഇതൊന്നും അറിഞ്ഞതേയില്ല. 2-3 തവണ ബാലയ്യ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. 2-3 തവണ ആവർത്തിച്ചു പറഞ്ഞിട്ടും ഡുങ്കിരി ഉണരാത്തത് കൊണ്ട് ദേഷ്യം വന്ന ബാലയ്യ ഒരു വടിയെടുത്ത് ഡുങ്കിരിയെ ശക്തിയായി അടിക്കാൻ തുടങ്ങി. നിന്നെ ഇന്നു ഞാൻ... അയ്യോ അടിക്കില്ലേ, അയ്യോ അടിക്കില്ലേ, അയ്യോ അടിക്കില്ലേ. അടികൊണ്ട് പുളഞ്ഞ ഡുങ്കിരി ബാലയ്യയെ ദേഷ്യത്തോടെ നോക്കി. ഏയ് ദുഷ്ട, നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എന്തിനാണ് എന്നെ അടിച്ചത്? എനിക്ക് ഈ വീടൊരു കൊട്ടാരമാക്കണം. മാത്രവുമല്ല, എനിക്ക് ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ വേണം.
നീ എന്നെ അതിന് സഹായിച്ചേ പറ്റൂ. ഇത് കേട്ട ഡുങ്കിരിക്ക് അപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. തന്നെ അയാൾ തന്റെ യജമാനിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ്. പിന്നീട് ഡുങ്കിരി മറ്റൊന്നും ചിന്തിച്ചില്ല. ദേഷ്യത്താൽ ബാലയ്യയുടെയും ഭാര്യയുടെയും നേരെ തീ തുപ്പി. ബാലയ്യയും ഭാര്യയും വീടിന് ചുറ്റും ഓടി. അയ്യോ രക്ഷിക്കണേ. അവൻ അങ്ങനെ തന്നെ വേണം. എന്നാൽ ഡുങ്കിരിയുണ്ടോ അവരെ വെറുതെ വിടുന്നു. ബാലയ്യയുടെ വീടിന്റെ സ്ഥാനത്ത് തന്റെ മന്ത്രം ചൊല്ലി കുടിലാക്കി മാറ്റി. അതിനുശേഷം ഡുങ്കിരി ഭൂതം തന്റെ യജമാനന്റെ അടുത്ത് തിരിച്ചെത്തി. എന്നാൽ പാവപ്പെട്ടവനായി മാറിയ ബാലയ്യ പിന്നീടുള്ള കാലം അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങി.